ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം പോവുകയാണ്. സമയം ഒരു 4 o'clock ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബസ്സിലാണ് പോകുന്നത്. ഞാൻ, അച്ഛനമ്മ, കുഞ്ഞുമാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇതൊരു വ്ളോഗ് പോലെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഡേയ്സ് ക്യാപ്ചർ ചെയ്യാം. ഞങ്ങൾ ആകെ 2 days ഉള്ളൂ അവിടെ. അപ്പോൾ ഒരു കുട്ടി ട്രിപ്പ് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. നിങ്ങളെ ഞാൻ കൂടെ കൂട്ടാം. അപ്പോൾ മാക്സിമം വിഷ്വൽസ് എടുക്കാനും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, കാരണം എനിക്ക് ആ വ്ളോഗിങ് സ്കിൽസ് അങ്ങോട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. ബട്ട് എനിവേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ക്യാപ്ചർ ഓൾ ദ തിങ്സ്. ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് സ്കിൻ കെയർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു ലിപ് ടിൻറ്റും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു നമുക്കൊരു ഫ്രഷ്നപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് നമ്മളൊരു നോർമൽ ബ്രെയ്ഡാണ് ചെയ്തത്, കാരണം ട്രാവലിംഗ് ആയതുകൊണ്ട് ഹെയർ മറ്റേ രീതിയിൽ കൊണ്ട കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബസ്സിലിരിക്കാനൊക്കെ. ജസ്റ്റ് ബേസിക് ഒരു ബ്രെയ്ഡ്. ദിസ് വാസ് മൈ ലുക്ക്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നുമല്ല കഴിച്ച്, ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ പീനട്ട് ബട്ടറും ബ്രെഡും കൂടി കഴിച്ചു. എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കാറിൽ പോയി അത് പാർക്ക് ചെയ്ത് ബസ് കയറി പോകാനാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ സരോജിനി നഗറിൽ നിന്ന് എടുത്തതാണ് ട്രിപ്പ് പോയപ്പോൾ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ ബസ് കയറാൻ പോയി. നമ്മൾ KSRTC ടെർമിനലിൽ നിന്നാണ് ബസ് കയറിയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഫാമിലി എല്ലാവരും കൂടി കുറേ നാൾക്ക് ശേഷം ഇങ്ങനൊരു ട്രിപ്പ് ചെയ്യുന്നത്. വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ഏകദേശം എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് ഓരോരോരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബസ് ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം നമ്മൾ എത്തുന്നത് ഏകദേശം നൂണായിട്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും നേരം വിശന്നിരിക്കണ്ടേ. അപ്പോൾ അവരൊക്കെ ഗീ റോസ്റ്റാണ് കഴിച്ചത്, ഞാൻ ഇടിയപ്പവും സ്റ്റൂ ആണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല എത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ലൊരു ഹോട്ടലായിരുന്നു. ഇത് റോയൽ 66 എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ് കയറി നമ്മുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്ന് ഒന്ന് സെറ്റിലായപ്പോൾ തന്നെ നമ്മൾ പിന്നീട് ഉറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് എത്തി. ഒരു 2-2:30 ആകുമ്പോഴാണ് എത്തിയത്. ബാഗൊക്കെ എടുത്തു. നമ്മൾ അവിടുന്ന് ഊബർ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാബിൽ നമ്മൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എടുത്ത ഹോട്ടൽ എന്ന് പറയുന്നത് സാജ് ലൂസിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു ഹോട്ടലായിരുന്നു. നല്ലൊരു ഹോട്ടലായിരുന്നു. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെക്കിങ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. കാരണം നല്ല ട്രാവൽ ചെയ്ത് ടയേർഡ് ആയതുകൊണ്ട് നമുക്കൊന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് വേണം നമുക്ക് ഈവനിങ് ഒരു വാക്കിനൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. വേറെ അധികം പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ഈവനിങ്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ എല്ലാവർക്കും കൂടി ഒരു റൂം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്ന റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദിസ് വാസ് ദ റൂം ദാറ്റ് വി വർ സ്റ്റേയിങ് ഇൻ. ഇതായിരുന്നു റൂം. ഒരു ഹാള്, ഒരു ബെഡ്റൂം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഈവനിങ് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചു. ഡിന്നർ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പൊക്കെ ചെയ്തു. ഞാൻ ഇവിടെ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒരു അടിപൊളി ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസറും കൂടി മിക്സ് ചെയ്തിട്ടിടുമ്പോൾ ഒരു സ്കിൻ ടിൻറ്റ് ഇഫക്റ്റ് കിട്ടും. നമ്മുടെ മാർസിൻ്റെ ലിപ് ലൈനറും അതുപോലെ ബേസിക് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ജസ്റ്റ് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ഒന്ന് നടന്ന് ജസ്റ്റ് ആ ഒരു ഈവനിങ് സൺസെറ്റ് വൈബ്സൊക്കെ കണ്ട് ജസ്റ്റ് അതുവഴി ഒന്ന് നടന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വഴി നമ്മളിങ്ങനെ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ വഴിയൊക്കെ ഒന്ന് നടന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ലുലുവിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ഐഡിയാസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈവനിങ് എന്ത് ചെയ്യണം. കാരണം എല്ലാവരും ടയേർഡാണ്. ബട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കേണ്ട വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു നടത്തത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പിന് വന്നിട്ടാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. അവിടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴവങ്ങാടിയൊക്കെ കയറി വെറുതെ ഒന്ന് തൊഴുത് പിന്നെ ലുലുവിലേക്ക് പോകാൻ ബസ് കയറി തമ്പാനൂരിൽ നിന്ന്. അങ്ങനെ ലുലുവിലേക്ക് ബസ് കയറി എല്ലാവരും കൂടി ഒരു നൈറ്റ് ബസ് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ പാൽത്തു ജാൻവറിൻ്റെ പെറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അവിടേക്കൊന്നും പോയില്ല. ജസ്റ്റ് ലുലുവിൻ്റെ അവിടെയൊക്കെ പോയി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് വെറുതെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ബേസിക്കായിട്ടുള്ള ഒരു കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ മസാജൊക്കെ ചെയ്തു.
അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് വാങ്ങാൻ ബാക്ക് ടു സ്കൂൾ ഇവൻ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിനൊന്നും ഇഷ്ടമൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ അവളൊന്നും പർച്ചേസ് ചെയ്തില്ല. ഞങ്ങൾ കുറേ നോക്കി അവൾക്ക് വേണ്ടിയിട്ടുള്ള പൗച്ചും കാര്യങ്ങളൊക്കെ, ബട്ട് അവൾക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങളൊരു വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്വീറ്റായിരുന്നു, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മുകളിലുള്ള ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിച്ചു. കുറച്ചേ വാങ്ങിയുള്ളൂ. സോ ദാറ്റ് വാസ് അവർ ഡേ ഇൻ ട്രിവാൻഡ്രം. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ബൈ.